കോൺഗ്രസിന് മുന്നറിയിപ്പുമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കോൺഗ്രസിന്റെ പേരിൽ മറ്റൊരു സംഘടന വരുന്നത് മാതൃസംഘടനയ്ക്ക് ദോഷമാണ്. യഥാർത്ഥ കോൺഗ്രസുകാർ ജാഗ്രത പാലിക്കണമെന്നും മുല്ലപ്പള്ളി ഫേസ്ബുക്കിൽ കുറിച്ചു. KR സാജു വിവരങ്ങൾ നൽകും. സാജു, UDF നേതാക്കളുടെ പ്രതികരണങ്ങൾ തന്നെയാണ് ഈ നിമിഷം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത്. മുല്ലപ്പള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് എന്താണ്? തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലേക്ക് വരുന്നതിനെ കരുതലോടെ ഇരിക്കണമെന്നാണോ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രധാനപ്പെട്ട കാര്യം തൃണമൂൽ കോൺഗ്രസിന്റെ വരവിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് മുൻ KPCC അധ്യക്ഷൻ കൂടിയായ KPCC അധ്യക്ഷൻ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിന്റെ പേരിൽ ഒരു സംഘടന രൂപം കൊള്ളുന്നത് കോൺഗ്രസിന് ദോഷം ചെയ്യും എന്ന കാര്യമാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ ഓർക്കണം. അൻവർ നിരുപാധികമായി UDFന് പിന്തുണ നൽകിക്കൊണ്ട് നിലകൊള്ളുകയാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും UDFന്റെ വാതിൽ തുറന്ന് അകത്ത് കയറാനാണ് അൻവർ ശ്രമിക്കുന്നത്. അപ്പോഴാണ് മുല്ലപ്പള്ളി ചില മുന്നറിയിപ്പുകൾ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകുന്നത്. NCPയുടെയും DIC ആഗമനം കോൺഗ്രസ് പാഠമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. പിണങ്ങി നിൽക്കുന്ന പ്രവർത്തകർ തൃണമൂൽ കോൺഗ്രസിൽ ചേരുമെന്ന ആണ് മുല്ലപ്പള്ളിയുടെ മുന്നറിയിപ്പ്. DICയിൽ ചേർന്ന പലരും കോൺഗ്രസിൽ പിന്നീട് തിരിച്ചെത്തിയില്ല. ചിലർ BJPയിലും CPMലുമൊക്കെയാണ് പിന്നീട് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടിക്കുന്നു. ചിലർ എന്നേക്കുമായി രാഷ്ട്രീയം അവസാനിപ്പിച്ചേക്കാം. ചരിത്രത്തിന്റെ പുനരാവർത്തനത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിനെ ഓർമ്മിപ്പിക്കുകയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അതായത് അൻവറിനെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലേക്ക് കയറ്റരുത് എന്നും അങ്ങനെ കയറ്റി കഴിഞ്ഞാൽ അതിന്റെ നഷ്ടം കോൺഗ്രസിന് തന്നെ ആയിരിക്കുമെന്നും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇതിനകത്ത്. അങ്ങനെ ഒരു ആശങ്ക കോൺഗ്രസ് നേതാക്കൾക്ക് ആകെയുണ്ടോ? അൻവറിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാടിനോട് കരുതലോടുകൂടി മാത്രം പ്രതികരിച്ചാൽ മതി, തീരുമാനമെടുത്താൽ മതി എന്നാണോ കോൺഗ്രസിന്റെ തീരുമാനം? തീർച്ചയായും അൻവറിന്റെ ഇപ്പോഴത്തെ മാപ്പ് കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ കോൺഗ്രസ് ഓക്കെയാണ്. അൻവർ നൽകുന്ന നിരുപാധിക പിന്തുണയെ കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട്. അതിൽ കോൺഗ്രസ് ഓക്കെയാണ്. പക്ഷേ അൻവർ മുന്നണി പ്രവേശനത്തെ കുറിച്ച് ചോദിച്ചാൽ ഈ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഈ നാട്ടുകാരല്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അക്കാര്യം UDF ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുന്ന രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ VD സതീശനെയും ഒക്കെയാണ് നമ്മൾ കണ്ടത്. സമാനമായ നിലപാടാണ് മറ്റ് നേതാക്കൾ MM ഹസൻ അടക്കമുള്ള സ്വീകരിച്ചത്. നിലവിൽ അക്കാര്യം UDFന്റെ പരിഗണനയിലില്ല, കോൺഗ്രസിന് മുന്നിലില്ല, അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്ന സാങ്കേതിക വാദങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന് മറുപടി പറയാതെ കരുതലോടെ എടുത്തു ചാടാതെ പ്രതികരിച്ചു പോകുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് അൻവറിന്റെ UDF പ്രവേശനം എന്നത് എന്തെങ്കിലും അൻവർ ഇപ്പോൾ നടത്തുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനിക്കേണ്ടതല്ല എന്ന നിലപാട് UDFനുണ്ട്, കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇതിൽ അൻവർ നേരിട്ട് സമീപിച്ചാൽ മാത്രമേ UDF മുന്നണി പ്രവേശനം സംബന്ധിച്ച ഒരു ചർച്ച UDFനകത്ത് തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നാണോ കരുതേണ്ടത്? തീർച്ചയായും അതാണ് അതിന്റെ സാങ്കേതികമായ നടപടികൾ. PV അൻവർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായിരിക്കുന്നു. വ്യക്തിയെയല്ല മുന്നണിയിലേക്ക് ഉൾപ്പെടുത്താൻ ഇനി കഴിയുക ആ പാർട്ടിയാണ്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും UDFന്റെ ഭാഗമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് വരണം. ആ കത്ത് കോൺഗ്രസ് നേതൃത്വം ആദ്യം ചർച്ച ചെയ്യണം. പിന്നീട് ഘടകകക്ഷികൾ ഓരോരുത്തരും ചർച്ച ചെയ്ത് അവരുടെ നിലപാട് സ്വരൂപിക്കണം. അതിനുശേഷം അത് UDF യോഗത്തിൽ ചർച്ച ചെയ്ത് അന്തിമമായ തീരുമാനമെടുക്കണം. ഇതാണ് അതിന്റെ സാങ്കേതിക നടപടിക്രമങ്ങൾ. ആ നടപടിക്രമങ്ങളിലേക്ക് വരാനുള്ള ഒരു കത്ത് പോലും മുന്നിൽ ഇല്ല എന്ന നിലയിലാണ് ഇപ്പോൾ UDF നേതൃത്വം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട പ്രസ്താവന PK കുഞ്ഞാലിക്കുട്ടിയുടേതായിരുന്നു. അദ്ദേഹവും അൻവറിന്റെ ഇപ്പോഴത്തെ നിലപാടുകളെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഒരു സോഫ്റ്റ് പാർട്ടിയാണ് എന്ന് പറഞ്ഞതിനെ പെരുത്തിഷ്ടത്തോടുകൂടി PK കുഞ്ഞാലിക്കുട്ടി സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ UDF പ്രവേശനം എന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് UDF ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചർച്ചയുടെ വാതിലുകൾ അവിടെ തന്നെ അടച്ചിടുക, അല്ലെങ്കിൽ ആ ചോദ്യത്തിന്റെ വാതിലുകൾ അടച്ചിടുക എന്നുള്ളതാണ്. നേരത്തെ VD സതീശൻ പറഞ്ഞതുപോലെ വാതിൽ തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല എന്ന് പറഞ്ഞതുപോലെ മുറ്റത്ത് നിർത്തുന്ന സമീപനം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്. ഒരു കാര്യം കൂടി, ഇനിയിപ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണല്ലോ. അവിടെ VS ജോയ് മത്സരിക്കണം, അതൊരു അപേക്ഷയാണ് എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ആവശ്യം, ആ ഒരു അപേക്ഷ അത് ഏത് രീതിയിലായിരിക്കും കോൺഗ്രസ് ഉൾക്കൊള്ളുക, പരിഗണിക്കുക?
PSOയും മത്സരിക്കണം എന്ന നിർദ്ദേശം, അങ്ങനെ ഒരു ആഗ്രഹം PV അൻവറിന് മുന്നിലെടുക്കാം. അതിന് അൻവർ പറഞ്ഞ കാരണങ്ങൾ, മലയോര മേഖലയിൽ നിന്നുള്ള ആൾ, അവർക്കൊപ്പമുള്ള ആൾ, ക്രൈസ്തവ ന്യൂനപക്ഷത്തെ പ്രതികരിക്കുന്ന ആൾ, അതൊക്കെ കോൺഗ്രസ് അംഗീകരിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് KPCCയുടെ ഒരു ഭാരവാഹിയാണ് ആര്യാടൻ ഷൗക്കത്ത്. ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യത്തിൽ ഇന്ന് വാർത്താസമ്മേളനത്തിൽ പരിഹാസ രൂപേണയുള്ള സമീപനമാണ് PV അൻവർ സ്വീകരിച്ചത്. അത് അംഗീകരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. കാരണം അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നു. അതിന്റെ അപകടം തിരിച്ചറിയുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ ഒരുപക്ഷെ CPM മറുകളത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തും എന്നതടക്കമുള്ള ആശങ്കയും കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ട്. അപ്പോൾ അതെല്ലാം നിലനിൽക്കുമ്പോൾ PV അൻവർ ഒരു അതിര് കടന്ന വർത്തമാനം അവിടെ പറഞ്ഞു എന്ന നിലപാടാണ്. അത് അനാവശ്യമായിരുന്നു. അത് രാഷ്ട്രീയമായി PV അൻവറിനെ പിഴച്ചു എന്ന വിലയിരുത്തൽ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കും UDF നേതാക്കൾക്കും ഒക്കെ ഉള്ളത്.